കേരള പൊതുജനാരോഗ്യ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനം. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തുന്നത്. കരട് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനായി 12-അംഗ സമിതിയെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കി. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ സമിതിയിൽ ആരൊക്കെ അംഗങ്ങളാണ്? തീർച്ചയായും ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെട്ട സമിതി ആയിരിക്കുമല്ലോ. ഇത് ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ലക്ഷ്മി, നിലവിലുള്ളത് പൊതുജനാരോഗ്യ നിയമം. അത് നിലവിൽ വന്നത് 2023-ലാണ്. അപ്പോൾ നിലവിലുള്ള ഈ നിയമങ്ങൾ കാലഹരണപ്പെട്ടതാണ്. അതായത് പല കാര്യങ്ങളുണ്ട്. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അധികാരം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ പൊതുജനാരോഗ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളെല്ലാം തന്നെ കാലഹരണപ്പെട്ടതാണ്. അതായത് നമുക്ക് ഈ ആശുപത്രികളിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ സ്വീകരിക്കുന്ന നടപടികൾ അതെല്ലാം തന്നെ ഈ പൊതുജനാരോഗ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായി തന്നെ അതിന്റെ ഒരു സമയപരിധിക്കുള്ളിൽ അത് പരിഷ്കരിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭേദഗതി വരുത്താനുള്ള തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ഈ ഒരു ഏതൊക്കെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ആരോഗ്യ വകുപ്പിന് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 12-അംഗ സമിതിയാണ് നിലവിൽ രൂപീകരിച്ചിരിക്കുന്നത്. 12-അംഗ സമിതിയെ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ്. കേരള ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിതേഷ് കൺവീനറാണ്. ഇത്തരത്തിൽ 12-അംഗ സമിതിയെ രൂപീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏതൊക്കെ രീതികളിൽ ഭേദഗതി വരുത്താം എന്നുള്ളത് ഈ കമ്മിറ്റി ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും സർക്കാരിന് റിപ്പോർട്ട് കൈമാറുക. നിലവിൽ ഈ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട്. മാത്രമല്ല ഈ മാലിന്യങ്ങൾ എല്ലായിടത്തും കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട്. ജലജന്യ രോഗങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പടർന്നു പിടിക്കുന്ന മറ്റ് രോഗങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാം പൊതുജനാരോഗ്യ നിയമം, ഏകാരോഗ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിലവിലുള്ള നിയമങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിന് അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ, അതിലൊരു കരട് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. 12-അംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വരുന്ന 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ കരട് ചട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനിച്ചതിനു ശേഷം വീണ്ടും യോഗം ചേരണം. നിർദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന് സമർപ്പിക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. രശ്മി, അതാണ് ഈ കാലികമായ മാറ്റങ്ങൾ ഇതിൽ വരുത്തണം എന്നുള്ള ആവശ്യം. നമ്മളിപ്പോൾ സൂചിപ്പിച്ചില്ലേ, മഹാമാരി നമുക്കറിയാവുന്നതാണ്. കോവിഡ്, കാലാവസ്ഥാ വ്യതിയാനം, ഈ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും സമ്പർക്കത്തിന് ഭാഗമായി പുതിയ വൈറസുകൾ വരുന്നു, രോഗാണുക്കൾ വരുന്നു. അതിനെല്ലാം പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത. പ്രത്യേകിച്ച് രശ്മി പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇതിൽ വലിയ രീതിയിൽ മാറ്റം വരുത്തേണ്ടത്, ഈ ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്നു, അതോടെ ഈ മാലിന്യങ്ങൾ കൊണ്ട് എവിടെയെന്ന് ഇല്ലാതെ തള്ളുന്ന ഒരു രീതി മലയാളിക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായുണ്ട്. ആ മാലിന്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം, അതിനെയും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ തടയിടാൻ വളരെ നിയമം കൃത്യമായി നടപ്പാക്കേണ്ടതിൻ്റെ, അത് ഒരു ബിൽ പാസ്സാക്കുക എന്നതിൽ അപ്പുറത്തേക്ക് ഈ നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് കൂടി ആലോചിക്കണം. അതിനുള്ള സമയവും അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, ഈ ഒരു മഴക്കാലമായപ്പോൾ തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ ഒരു മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. തിരുവനന്തപുരത്ത് തന്നെ ഒരു മഴയിൽ തന്നെ എല്ലായിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ആ വെള്ളക്കെട്ടിലെല്ലാം തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം. ഇത് പൊതുജനങ്ങൾ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ സമയത്തിൽ ഇത് നീക്കം ചെയ്യുന്നില്ല എന്നുള്ളത് സർക്കാരിന്റെ വീഴ്ചയാണ്, അനാസ്ഥയാണ്. ഈ മാലിന്യങ്ങൾ ഈ വെള്ളത്തിൽ നിക്ഷേപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ കുമിഞ്ഞു കൂടുന്നത് വലിയ രീതിയിലുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് കാരണമായി മാറുന്നുണ്ട്. കൊതുകുകൾ പെരുകുന്നതിന് കാരണമായി മാറുന്നുണ്ട്. പ്രതിദിനം തന്നെ 10,000-ലധികം പേർക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ പനി പിടിപെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഡെങ്കിപ്പനി കേസുകൾ പ്രതിദിനം 300ഓളം പേർ ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നു. ഇതിൽ 70 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നു. ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ എലിപ്പനി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതിദിനം തന്നെ 15ഓളം പേരാണ് എലിപ്പനിക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നത്. സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. അപ്പോൾ ഇതിനൊക്കെ എതിരെ ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെയൊക്കെ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. കാരണം ഇത്തരത്തിൽ സാംക്രമിക രോഗങ്ങളും
പകർച്ചവ്യാധികളുമൊക്കെ പടർന്നു പിടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് തന്നെയാണ്. അപ്പോൾ അത്തരക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അധികാരം, ഇത്തരത്തിൽ മറ്റ് ജലജന്യ രോഗങ്ങൾ അതിലെന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിലവിലുള്ള എല്ലാ നിയമങ്ങളും കാലഹരണപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് അതൊക്കെ തന്നെ പുതുക്കി കർശനമായിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതും ഇപ്പോൾ നിലവിലെ ഈ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രികളിലൊക്കെ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മറ്റ് നടപടികൾ ഓരോ സ്ഥലങ്ങളിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക, ആ രീതിയിലുള്ള നടപടികളൊക്കെ തന്നെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇതിനെതിരെ എല്ലാം ഏകാരോഗ്യ എന്നുള്ളതാണ് പൊതുജനാരോഗ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുത്തി അത് കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. അതിനായിട്ടാണ് ഈ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. ഇനി ഇത് നിയമം കർശനമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കാരണം ഇപ്പോഴും ഈ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ദിവസവും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ ഓരോ ദിവസം കഴിയുന്തോറും ഈ മാലിന്യങ്ങൾ പെരുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ മഴ കൂടി പെയ്യുന്നതോടുകൂടി പിന്നീട് അത് വലിയ രീതിയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിക്കുന്നു. മാത്രമല്ല മരണനിരക്കിലും വർധനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. ഓരോ ദിവസവും മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടത് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകളിൽ അത് പ്രസിദ്ധീകരിക്കുന്നില്ല. അത് വലിയ രീതിയിൽ വ്യാപക വിമർശനം ഉയരും എന്നുള്ളത് കൊണ്ട് തന്നെ ആ മരണക്കണക്കുകൾ ഉൾപ്പെടെ മറച്ചുവെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് സർക്കാർ ആശുപത്രികളിലെ മാത്രമാണ് ഈ പ്രതിദിനം 10,000 എന്നുള്ളതൊക്കെ തന്നെ. ഈ സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് കൂടി എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യ നിലവിലെ ഒരു സാഹചര്യം എന്നുള്ളത് വളരെ ഗുരുതരമാണ്. ഇനി മഴ കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അത് ശക്തമാവുകയുള്ളൂ, കാലവർഷം കൂടുതൽ ശക്തമാവുകയുള്ളൂ. ആ ഒരു സമയത്ത് കൂടുതൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് അത് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ നൽകുന്നുണ്ട്. ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും ഈ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. സംസ്ഥാനത്തൊരു സാഹചര്യം വളരെ ഗുരുതരമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു, വേണ്ട ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിലാണ് കാലഹരണപ്പെട്ട നിയമങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി കർശനമാക്കാനും അതിൽ ഭേദഗതി വരുത്താനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. ശാലിനി, അതാണ് ഈ ആരോഗ്യ മേഖല വലിയ വെല്ലുവിളികളെ സംസ്ഥാനത്ത് ഈ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ കേരളം നമ്പർ 1 എന്നൊക്കെ പറയുമ്പോഴും നേരിടുന്ന സാഹചര്യം ഇപ്പോൾ രശ്മി തന്നെ കൃത്യമായി ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, സർക്കാർ ആശുപത്രികളിൽ ഉൾപ്പെടെ നേരിടുന്ന വെല്ലുവിളികൾ, മരുന്നുക്ഷാമം ഉൾപ്പെടെയുള്ളവ തുടർച്ചയായി നമുക്ക് വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഇത് നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. കർക്കശമായി നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വേണം, അതിന് ആർജവും വേണം. എന്തായാലും ഇത് സമയബന്ധിതമായിട്ട് തന്നെയാണോ ഈ ഒരുപക്ഷെ പൊതുജനാഭിപ്രായം ഉൾപ്പെടെ സ്വരൂപിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഈ കരട് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിച്ച സമിതിക്ക് അങ്ങനെ ഒരു സമയപരിധി അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? സമയപരിധി നൽകിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഈ ഉത്തരവിൽ പറയുന്നൊരു കാര്യം, യോഗം ചേർന്നതിന് ശേഷമൊക്കെ ഈ കൺവീനർക്ക് നൽകിയിട്ടുള്ള, ചെയർപേഴ്സണും കൺവീനർക്കും നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു 12 അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമിതി കൃത്യമായ തരത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റ് വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ തേടിയതിന് ശേഷം അതിൽ ഒരു മാറ്റങ്ങൾ വരുത്തി ചട്ടങ്ങൾ രൂപീകരിക്കുക, അതിൻ്റെ ഒരു കരട് ഫോമാറ്റ് രൂപീകരിക്കുക. അതിനുശേഷം അവർ കൃത്യമായി തന്നെ ഒരാഴ്ചയുടെ ഇടവേളയിൽ യോഗം ചേർന്ന് ആ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചതിന് ശേഷം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. അത് വളരെ വേഗം സമർപ്പിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ടൊരു സമയപരിധി ഒന്നും തന്നെ ഈ കരട് ചട്ടങ്ങൾ സമർപ്പിക്കുന്നതിനായി നിലവിൽ നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ അത് വളരെ വേഗം വേണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അത് പല മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളും സാധാരണക്കാരെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ തേടിയതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക്, ഈ ചട്ടങ്ങൾ ഏത് രീതിയിൽ ഭേദഗതി ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നേരത്തെ ഉള്ളതിനേക്കാൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആശുപത്രി ആക്രമണങ്ങൾ നിലവിൽ സംഭവിക്കുന്നുണ്ട്, അതിൽ കുറവൊന്നുമില്ല, അത് വർദ്ധിച്ചു വരികയാണ്. ആശുപത്രികളുടെ നിലവിലെ സാഹചര്യം ഓരോ ദിവസം കഴിയുന്തോറും പലതരത്തിലുള്ള രോഗങ്ങൾ, അതും പക്ഷിപ്പനി ഉൾപ്പെടെ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതും കൂടുതൽ പക്ഷികളിലേക്ക്, പരുന്തുകളിലേക്കും മറ്റു കാക്കകളിലേക്കും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതും ആരോഗ്യവകുപ്പിന്റെ യോഗത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. ഇത് മനുഷ്യരിലേക്ക് ഇത് പകരില്ല ഈ വൈറസ്, പക്ഷേ എങ്കിൽ കൂടി ഒരു ജാഗ്രത കൃത്യമായി തന്നെ വേണം. മറ്റു പല ഇടങ്ങളിലും ഈ ഒരു വൈറസ് മരണത്തിന് വരെ മനുഷ്യരിലേക്ക് പടരുകയും മരണത്തിന് കാരണമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു നിയമം ഭേദഗതി ചെയ്യുമ്പോൾ ആ വിഷയം
വിഷയങ്ങളെല്ലാം തന്നെ പരിധിയിൽ വരും. പുതുതായി രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ പക്ഷിപ്പനിയുടെ കാര്യം എടുത്താണെങ്കിലും വൈറൽ പനി പോലും രോഗലക്ഷണങ്ങളിൽ വ്യത്യാസം പ്രകടമാകുന്നുണ്ട്. അലർജി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ഉൾപ്പെടെ ഈ ഒരു പനിക്ക് പ്രകടമാകുന്നുണ്ട്. ഇതൊക്കെ തന്നെ നേരത്തെ ഇല്ലാത്ത ലക്ഷണങ്ങളാണ്. പനി വന്നതിന് ശേഷം വീണ്ടും തുടർച്ചയായ ഒരേ ആൾക്ക് തന്നെ പനി വരുന്നു, മരണം സംഭവിക്കുന്നു, യുവാക്കളിലെ മരണം സംഭവിക്കുന്നു. ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അത്തരത്തിൽ ഈ ആരോഗ്യ മേഖലയിൽ പല കാര്യങ്ങളിൽ മാറ്റം വന്നു. മാത്രമല്ല നിലവിലുള്ള നിയമങ്ങളും കാലഹരണപ്പെട്ടു. അതിനാലാണ് പുതിയ ഈ ഒരു ഭേദഗതി വരുത്തുന്നത്. ശരി, രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.